ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ യു എയിലെത്തിയ ശേഷമുള്ള ഫസ്റ്റത്തെ വ്ളോഗാന്ന് തോന്നുന്നു ഇത്. നമ്മളിവിടെ എത്തിയിട്ട് ഇപ്പോൾ കുറേ ആയി. പക്ഷേ ഫസ്റ്റ് വന്ന പാടന്നെ എല്ലാവർക്കും അസുഖമൊക്കെ ആയിരുന്നു. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ. ആ ഒരു വേറെ ക്ലൈമറ്റ് ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും തണുപ്പൊക്കെ ആയിട്ട് അസുഖങ്ങളോട് അസുഖങ്ങളായിരുന്നു. ഒരാൾക്ക് മാറി 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 ഇങ്ങനെ അസുഖമായിട്ട് വരുമായിരുന്നു. ഇപ്പോഴും നല്ല പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ വാങ്ങിച്ചപ്പോൾ കുറച്ചധികം ആയിപ്പോയി. അപ്പോൾ എല്ലാവരും കൂടി അല്ല, ഞാനും ഇക്കും റൂഹിയും കൂടി സാധനങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ അത് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ അകത്ത് പറയാം കേട്ടോ, ഇൻഷാ അല്ലാ. ഞാൻ പറയാറുണ്ട്, എനിക്ക് പൊതുവേ വെയിറ്റ് ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് മാക്സിമം അപ്പം തന്നെ കുറക്കാൻ നോക്കും. എനിക്കൊരു മിനിമം വെയിറ്റ് ഞാൻ വിചാരിക്കുന്ന ഒരു വെയിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ ഒരു 1-2 kg കൂടിയാലേ എനിക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനത് അപ്പം തന്നെ ആ ഒരു 2 kg എങ്കിലും 2 kg അപ്പം തന്നെ കുറക്കാൻ നോക്കും. അല്ലെങ്കിൽ പിന്നെ കൈവിട്ട് പോകും. പിന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ ഫുഡൊന്നും ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ വാരി വലിച്ച് കഴിക്കും. പിന്നെ അതിങ്ങനെ ഒരു 2 kg, പിന്നെ 5 kg ആവും, പിന്നെ 10 kg ആവും. അങ്ങനെ ആകുമ്പോൾ പിന്നെ കുറയ്ക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഒരു 1 or 2 kg കയറുന്ന സമയത്ത് തന്നെ ഞാൻ വേഗം അത് കുറയ്ക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് കൂടില്ല കുറയില്ല, അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്നു ഇപ്പോൾ, അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ പോയി വന്ന ശേഷം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഓരോ ഡിഫിക്കൽട്ടീസ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് കുറയ്ക്കാനുള്ളതിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ശേഷം ഞാനൊരു ഡയറ്റ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഫിറ്റ് കപ്പിളിൻ്റെ ആ ഒരു ഫിറ്റ്നസ് ചാലഞ്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 1 month ചാലഞ്ചാണ്. അപ്പോൾ അത്രയും ആ ഒരു 1 month മാത്രം ഞാനൊന്ന് കാര്യമായിട്ട് നോക്കിയാൽ മതിയല്ലോ. അതാണ് ഒരു സമാധാനം കേട്ടോ. പിന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് എപ്പോഴൊക്കെയാണ് വെയിറ്റ് കൂടുമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ഇവരുടെ ഈ ഒരു ഫിറ്റ്നസ് ചാലഞ്ചിൽ ജോയിൻ ചെയ്യും. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്. എന്താ വെച്ചാൽ ഇനിയിപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര പക്കാ അത് ഫോളോ ചെയ്തില്ലെങ്കിലും എനിക്കൊരു സമാധാനമാണ്. ആ സമാധാനം കൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഞാൻ അത്യാവശ്യം വെയിറ്റ് കുറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ രാത്രിത്തെ വ്ളോഗാണല്ലോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. രാത്രി തൊട്ടാണ് ഈ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ വെജിറ്റബിൾസ് എന്തൊക്കെ എടുത്ത് വെച്ചു. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ബാക്കി എല്ലാവരും കിടക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് മോർണിംഗിലോട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേർഡ് റൈസിൻ്റെ രീതിയിലുള്ള ഒരു ഓവർനൈറ്റ് ഓട്സാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിലിട്ട് വേണ്ടത്. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഓട്സ് ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുട്ടികളൊക്കെ ഓരോ സ്പൂണ് കഴിക്കും, അപ്പോൾ പിന്നെ എനിക്ക് കിട്ടില്ല. അപ്പോൾ ഒരു 1/4 കപ്പ് ഹോൾ ഓട്സ് കേട്ടോ, വൈറ്റ് ഓട്സ് അല്ല, ഹോൾ ഓട്സ്. അതിലോട്ട് ഒരു 1/4 കപ്പ് തൈര്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാലാണ് ഒഴിക്കേണ്ടത്, ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാലാണെങ്കിലും തൈരാണെങ്കിലും ലോ ഫാറ്റ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലോ ഫാറ്റ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, തൈര്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിലോട്ട് വെജിറ്റബിൾസ്, ക്യാരറ്റും ക്യൂക്കുംബറും ഗ്രേറ്റ് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിക്കുക, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കൂലേ, അങ്ങനെ ഒഴിച്ചിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം രാവിലെ ഞാനിത് ഉണ്ടാക്കില്ല എന്നാണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, രാവിലെ ബാക്കിയുള്ളവർക്കൊക്കെ ദോശ അങ്ങനത്തെ കറികളും അതൊക്കെയാണല്ലോ. അപ്പോൾ ഞാനത് തന്നെ കഴിക്കും. അപ്പോൾ ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പം രാവിലെ നീറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കെടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റ് പടന്ന് പുറത്ത് വയ്ക്കുക. തണുപ്പോട് കൂടി ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഇത് കരിഞ്ജീരകവും ഇഞ്ചിയും കൂടി തിളപ്പിച്ച വെള്ളമാണ്. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. നമ്മളിവിടെ പോയി തണുപ്പായതുകൊണ്ട് അതാണ് കുടിക്കുന്നത്. ഇഞ്ചി തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ്, നമ്മൾ ഈ തൊണ്ടവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ തിളപ്പിച്ചവിടെ വെക്കും. അതിലൂടെ കുറച്ച് ചൂടുവെള്ളവും അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുക. അത്രയും തിക്കായിട്ട് കുടിക്കാറില്ല. മെയിനായിട്ട് ആ വെള്ളം മാത്രമാണ് കുടിക്കുക. സാധാ വെള്ളം കുടിക്കൽ കുറവാണ്. അപ്പോൾ അങ്ങനെ രാത്രിയായി. കുറച്ച് വീഡിയോസ് എടുത്തു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഈ ഒരു ദിവസമൊക്കെയാണ് ഞാൻ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ്
അപ്പോൾ എണീറ്റ പാടെ എനിക്കൊരു ഡ്രിങ്ക് കുടിക്കാനുണ്ട്. അതിൽ എനിക്ക് 3 ചോയ്സ് തന്നിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ഡ്രിങ്കാണ് ഞാനിപ്പോൾ കുടിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എണീറ്റ പാടെ നമ്മളെ ആ ഒരു കേർഡ് റൈസ് സ്റ്റൈലുള്ള ഓവർനൈറ്റ് ഓട്സ് ഉണ്ടല്ലോ, അത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓവർനൈറ്റ് ഓട്സ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല, സ്പൈസി അല്ല, മധുരമുള്ളല്ലോ. മധുരമുള്ളത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വീറ്റല്ല, ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് രാവിലെ വേക്കപ്പ് ഡ്രിങ്ക് എന്ന് പറയും. ഇതാണ് കേട്ടോ അത് ചിയാ സീഡും ചെറുനാരങ്ങ നീരും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഉപ്പൊന്നും ചേർക്കരുത് കേട്ടോ. അതങ്ങനെ കുടിക്കുക. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് കുടിക്കുക തന്നെയാണത്. പക്ഷെ കുടിക്കണം എന്നാണ് നമ്മുടെ ഈ ഒരു ഡയറ്റ് പ്ലാനിലുള്ളത്. അതിനുശേഷം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മളൊരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെയിറ്റ് ലോസ് ജേർണിയിലൊക്കെ ഉള്ളവർക്ക് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഓട്സൊക്കെ ഫ്രൂട്ട്സ് ഇട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കിയുള്ള ദോശയും കറിയൊക്കെയാണ്. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതിൽ മെനുവിൽ എനിക്ക് ദോശയും കറികളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ റൈസ് പറ്റില്ല. അപ്പോൾ പിന്നെ റൈസ് ദോശ അല്ലാണ്ട് വേറൊന്നും ഇവിടെ ഉണ്ടാക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കഴിക്കുന്നത്. പിന്നെ ഒരു മിഡ് മോർണിംഗ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ഡ്രിങ്കുകൾ, ഇതൊക്കെ നല്ല കറക്റ്റ് സമയത്ത്. നമ്മൾ കുറേ നേരം വിശന്നിരിക്കാൻ പാടില്ല. അതാണ് ഇവരുടെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ എനിക്ക് ഏറ്റവും ബെനിഫിറ്റായി തോന്നിയൊരു കാര്യം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് 1 മണി 2 മണിയൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വിശന്നിരിക്കും. അങ്ങനെ ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. കഴിക്കുന്നതാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡോ സൂപ്പുകളോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം പോംഗ്രനേറ്റ് ജ്യൂസാണ് കുടിക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ എനിക്ക് എളുപ്പം. അല്ലെങ്കിൽ ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിക്കും. അപ്പം ഇവരുടെ ഇപ്പം ഈ ഫിറ്റ്രീറ്റിൻ്റെ ഒരു ആപ്പുണ്ട്. ആപ്പ് ത്രൂ ആണ് ഞാനിപ്പം ഇതൊക്കെ ഫോളോ ചെയ്യുന്നത്. മുമ്പ് ആപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഫിറ്റ്രീറ്റ് കപ്പിൾ ആപ്പ് ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വേഗം ആപ്പ് എടുക്കുക, നോക്കുക. നമ്മൾ മൊത്തം അതിൽ അപ്ഡേറ്റ് ആയ പോലെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മിഡ് മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചു. അതിന് ശേഷം ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാം കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഫിഷ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്ത ശേഷം ആകെ ഒരു സമാധാനം എന്ന് വെച്ചാൽ എനിക്ക് റൈസ് കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും. ഡെയിലി അല്ലെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ റൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ അത് കഴിക്കാണ്ടിരിക്കില്ല. റൈസ് സ്കിപ്പ് ചെയ്യുന്നില്ല കേട്ടോ. റൈസും ഫിഷ് കറിയും തോരനൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ. അതാണ് ആകെ സമാധാനം. അപ്പോൾ 3 ടേബിൾ സ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇത് കുരുമുളക് ഇട്ടിട്ട് വരട്ടിയ മത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ ഫിഷ് കറിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ അതിലോട്ട് വെളുത്തുള്ളി, പച്ചമുളക് വഴറ്റി കൊടുക്കുക. അതുപോലെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി കുറച്ച് ഒരു 6 7 ചെറിയുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ പേസ്റ്റ് ആക്കി വെച്ച മസാല അതിൻ്റെ കൂടെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ചമണം ഒന്ന് പൊയ്ക്കോട്ടെ. അതിലോട്ട് എന്നിട്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പുളി നമ്മൾ അത്യാവശ്യം നല്ല കട്ടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഉപ്പ്, പുളി, എരിവ് ഇതൊക്കെ നല്ല പാകത്തിന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടംപുളി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ശരിയാവില്ല. നല്ല കട്ടിപ്പുളി തന്നെ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച ശേഷം ഇതിലോട്ട് മീനിട്ട് കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. വേറൊന്നും നമുക്കിത് ചേർക്കാനില്ല. എന്നാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. ആ ഒരു ഗ്രേവി കഴിക്കാൻ തന്നെ ഭയങ്കര സ്വാദാണ്. നമ്മൾ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ മീൻ കറി, ഫിഷ് കറി ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാം വെയിറ്റ് ലോസിലാണെങ്കിലും. അപ്പോൾ മീനിട്ട് കൊടുത്തു, മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുത്തി ഇളക്കി കൊടുക്കരുത്, ഉടഞ്ഞു പോവും. എന്നിട്ട് ഇത് ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യട്ടെ കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റ്. ഒരുപാട് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തിയുടെ മുള്ളൊക്കെ മാറി അങ്ങനെ ആയിപ്പോവും. ആ ലുക്ക് കണ്ടില്ലേ, എന്താ രസമല്ലേ കാണാൻ. ആ ഒരു വരട്ടിയ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി.
ഇനിയിപ്പോൾ ഡയറ്റിങ്ങിലല്ലെങ്കിലും ഈ ഒരു കറി എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഞാൻ പിന്നെ ഡയറ്റിങ്ങിൽ എൻ്റെ ഒരു ഡയറ്റിൽ ഫിഷ് കറി കഴിക്കാം ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു 2 ടിഷ്യൂ വെച്ചിട്ടാണ് ചുറ്റിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കോളിഫ്ലവർ വറ്റിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ കുമ്പളങ്ങ കറി റെഡിയാക്കിയിട്ടുണ്ട്, സാലഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള ഇന്നത്തെ ഉച്ചഭക്ഷണം കേട്ടോ. അപ്പോൾ കൂടുതലും വെജിറ്റബിൾസ് കഴിക്കുക ഡയറ്റിങ്ങിലുള്ളവർ. അപ്പോൾ ക്യാരറ്റ്, തക്കാളി, ക്യാബേജ് ഉണ്ട്, പിന്നെ കുക്കുംബർ ഉണ്ട്. എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒലിവ് ഓയിൽ, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ്, തേൻ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ സാലഡ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് സംഭവം. പിന്നെ നമ്മൾ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്തത്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താ പറയുക, കോളിഫ്ലവർ വറ്റിച്ചത്. കോളിഫ്ലവർ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. എന്നിട്ട് കുത്തി ഉടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചെടുക്കുക. കുമ്പളങ്ങ മോരുകറിയാണ്. ഇനി നമ്മൾ ഈ ഡയറ്റിങ്ങിലുള്ളവർ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചോറുണ്ടല്ലോ, അത് ശരിക്കും ഒരു 4 ടേബിൾ സ്പൂണാണ്. നമ്മൾ സമാധാനത്തിൽ ഇങ്ങനെ പരത്തി വയ്ക്കുക. അതിങ്ങനെ 4 ടേബിൾ സ്പൂൺ കഴിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഇതിങ്ങനെ പരത്തി വയ്ക്കുക കേട്ടോ. അത് വളരെ കുറച്ച് ചോറ് മാത്രമേ ഉള്ളൂ. പിന്നെ ആ പ്ലേറ്റിൽ നിറയെ നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്യണം. നമ്മൾ പ്ലേറ്റിൽ നിറയെ ഈ വെജിറ്റബിൾസും ഇതൊക്കെ കൊണ്ട് നമ്മൾ പ്ലേറ്റ് നിറയ്ക്കുക. ഇത്ര മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അല്ലാഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൂടെ ഇട്ടിട്ട് നമ്മൾ വയറ് നിറയ്ക്കാൻ നോക്കും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചോറും കുറേ വെജിറ്റബിൾസും സൈഡ് ഡിഷുകളൊക്കെ കുറേ വെച്ചിട്ട് മറ്റൊക്കെ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ഹെൽത്തിയാണ്. മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഫ്രൈ ആക്കാത്തൊക്കെ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അത്യാവശ്യം ഉണ്ട് കഴിക്കാൻ. പക്ഷേ ശരിക്കും നമുക്ക് വയറ് നിറയും. നമ്മൾ ആദ്യം തന്നെ കുറേ ചോറിട്ട് കുറച്ച് സൈഡ് ഡിഷ് വെക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഡയറ്റിങ്ങിലുള്ളവർ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുക, കുറച്ച് ചോറും കുറേ സൈഡ് ഡിഷുകളും വെച്ചിട്ട് കഴിക്കാൻ നോക്കുക. നമ്മൾ വയറ് എങ്ങനെയാണെന്ന് അറിയും. നമുക്കൊരിക്കലും ഒരു 15 മിനിറ്റിൽ കൂടുതലൊന്നും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും മടുക്കും. അപ്പോൾ കുറേശ്ശെ കഴിക്കും. ഇനി എന്താ, ഇത് മാലി കൊണ്ടുവന്ന കേട്ടോ. മുരിങ്ങ ഇല കിട്ടാൻ വേണ്ടിയിട്ട് മാലി പറഞ്ഞു ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ കുഴിച്ചിട്ട് നോക്കിയെന്ന്. അത് പറഞ്ഞതും ഇക്കതാ വേഗം പോയിട്ട് കുറച്ച് മുരിങ്ങൻ്റെ ഇല കിട്ടുവാണെങ്കിലോ, പക്ഷെ നമുക്ക് പൊട്ടിക്കാൻ തരില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇക്ക ഉണ്ടാക്കുന്ന എല്ലതും അങ്ങനെ കാണാനേ വെക്കുകയുള്ളൂ. അത് കേടെന്നാലും പ്രശ്നമില്ല, കഴിക്കാൻ തരില്ല. അപ്പോൾ കുറേ പരീക്ഷണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇഞ്ചി കുഴിച്ചിട്ടുണ്ട്, സ്വീറ്റ് പൊട്ടാറ്റോ കുഴിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇക്കൊക്കെ ഇപ്പോഴത്തെ ഒരു ഹോബിയാണ് ഈ ഇങ്ങനെ കാണുന്നതൊക്കെ. എന്തെങ്കിലും വിത്ത് കിട്ടുകയാണെങ്കിൽ അത് കുഴിച്ചിടും, അതിൽ നിന്ന് ഇല വരും, അതിങ്ങനെ കണ്ടിരിക്കുക, പച്ചപ്പ് ഇങ്ങനെ കാണുക. അതാണ് ഇപ്പോഴത്തെ ഒരു ത്രില്ല്. എന്താ പെപ്സിയോ? എന്തിനാ ചെടി നന്നാവാനാണോ കേട് വരാനാണോ ആർക്കറിയാം. ഇനി എത്ര അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? മിക്സ് ആക്കി കൊടുക്കുന്നത്. അതിൽ സ്വീറ്റ് പൊട്ടാറ്റോ കിട്ടുമോ? വെറുതെ ഒരു പച്ചപ്പിനല്ലേ? ഏതിന്? ഇവിടെ സ്പ്രിംഗ് ഓണിയനും കൂടിയുണ്ട്. ഇതാണ് ഇക്കാൻ്റെ ഇപ്പോഴത്തെ ഹോബീസ്. എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കും. ചിലതൊക്കെ പൊഴിഞ്ഞു പോകും, ചിലതൊക്കെ നന്നാവും. പണ്ടത്തെ മത്തൻ്റെ ഇലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ അത് അവിടെ കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. അത് മത്തൻ്റെ കുറച്ചൊക്കെ എടുത്തിട്ടോ, പക്ഷേ ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ എടുക്കാം. ഇക്ക പറഞ്ഞു വേണ്ട, അതവിടെ കിടക്കട്ടെ. അങ്ങനെ ആയി അത് കേടായിപ്പോയി മൊത്തം. ഞങ്ങൾ നാട്ടിൽ പോയി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ചൂടുകൊണ്ട് മൊത്തം കേടായി. ഇപ്പം സമാധാനമായി അല്ലേ? അയ്യോ, എൻ്റെ ഫോർക്ക് എവിടെ നിന്ന് കിട്ടിയാണ്? ഫോർക്കൊക്കെ എടുത്തേക്കണേ. അതെവിടെ ഫോർക്ക് കിട്ടി? എന്ത് ഫോർക്കിനോ? ഫോർക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല ഇവിടെ. ഫോർക്കൊക്കെ എടുത്തിട്ടാണ് ഇവിടെ കുത്തിക്കളക്കുന്നത്.
നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ കൈ കിട്ടിയതൊക്കെ എടുത്തിട്ട് മുളപ്പിക്കാൻ വെക്കും. ഇതെന്താ സ്വീറ്റ് പൊട്ടാറ്റോ അല്ലേ? ആ, കാര്യമായിട്ട് മുളച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുമോ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ? ഏലൊക്കെ എന്തൊക്കെ കുഴിച്ചിരുന്നത് നോക്കിക്കൊണ്ടിട്ടോ. അതാ അവിടെ നമ്മളെ പ്രാവ് വീണ്ടും മുട്ടയിട്ടു. 2 വിരിഞ്ഞു പോയി, പിന്നെ വീണ്ടും മുട്ടയിട്ടു. അല്ല ഇത് പിന്നെ മുട്ടയിട്ടല്ലത്? ഏത് ആദ്യത്തെ അല്ലേ? ഇവിടെ 2 വന്നില്ലേ? ഒന്ന് വിരിയാനായിക്കണം തോന്നില്ലേ? കളർ മാറിക്കണ്. ഇതിപ്പോ പ്രാവിന്റെ സ്പേസ് ആയിക്കണം. ഞാനൊന്നത് വീടെടുക്കട്ടെ. അതിന്റെ ഇടക്ക് എന്തോന്ന്, ഇതെന്താ ചെരങ്ങ എന്തോ ആണ്. ഇവിടെ കൈ കിട്ടിയ വിത്തൊക്കെ എടുത്തിട്ട് പാകിയതാണ്. പിന്നെ ഡിന്നറിന് ഞാനിത് മുമ്പ് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് നമ്മൾ വെള്ളക്കടല സോക്ക് ചെയ്ത് വെക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു ഡിന്നർ കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. വെള്ളക്കടല സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഇത് സാലഡ് ഡ്രസ്സിങ് ആണ്. അത് കുരുമുളക് പൊടി, ചെറുനാരങ്ങനീര്, വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്തോളൂ. ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ക്യാരറ്റ്, ക്യുക്കുംബർ, സവോള, തക്കാളി, ഈ വേവിച്ച് വെച്ചിട്ടുള്ള വൈറ്റ് കടല, പിന്നെ ഈ സാലഡ് ഡ്രസ്സിങ്, കുറച്ച് മല്ലിയില എല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റും കേട്ടോ. കുട്ടികളൊക്കെ ഇത് വെറുതെ മിഡ് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഞാനിത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതെന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡയറ്റ് റെസിപ്പീസുള്ള നമ്മുടെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻസിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ചെയ്തറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.